ഹായ് ഹലോ. അപ്പം ഞങ്ങൾ കൽക്കി മൂവി കണ്ടിട്ട് ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. ഗായ്സ്, ഒന്നും പറയാനില്ല. ബ്രഹ്മാണ്ഡ ചിത്രം. സത്യം പറഞ്ഞാൽ പല സമയത്ത് ഇത് നമ്മുടെ ഇന്ത്യൻ സിനിമയാണോ ഈ കണ്ടോണ്ടിരിക്കണേന്ന് തോന്നിപ്പോയ ഒരു എന്താ പറയുക, ഹോളിവുഡ് ലെവലിലുള്ളൊരു പടം. ഭയങ്കര പ്രൗഡ് തോന്നുകയാണ്. കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ സിനിമ ഇങ്ങനെ ഒരു രീതിയിൽ എന്താ പറയുക, ഇത്ര ഒരു കിഡിലായിട്ട് എടുത്ത് കാണിച്ച് എനിക്ക് ഒന്നും പറയാനില്ല ഗൈസ്. ഞാനിങ്ങനെ ആ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഞാൻ ഇറങ്ങിയ ഉടനെ നിങ്ങളുടെ അടുത്താണ് സംസാരിക്കുന്നത്. ഒരു ബ്രഹ്മാണ്ഡ പടം, നിങ്ങൾ പോയി തിയേറ്ററിൽ കാണണം, മസ്റ്റ് വാച്ച്. ഞങ്ങൾ സെക്കൻഡ് ഇനി ഒന്നുകൂടെ പോവാണ്. ഞങ്ങളിപ്പോൾ 2Dയിലാണ് കണ്ടത്. ഞങ്ങൾ ഇനി 3D കാണാൻ വേണ്ടി പോവാണ്. മിക്കവാറും നാളെ ഞങ്ങൾ പോകും. അത്ര കിടില പടം. അപ്പം ഞാൻ രണ്ടാമത് 3D കാണാൻ പോകണമെന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഞങ്ങൾ ഗ്യാരണ്ടിയാണ് ഈ സിനിമയ്ക്ക്. ഒരു റിഗ്രറ്റ് നിങ്ങൾക്ക് തോന്നില്ല. ഹോളിവുഡ് ലെവലിൽ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. കാരണം ഞങ്ങൾ മാർവലൊക്കെ കാണുന്ന ആൾക്കാരാണ്. എന്താ പറയണത്, നമ്മൾ കൂടുതൽ അങ്ങനത്തെ ഫിലിംസ് കൂടുതൽ ഇൻട്രസ്റ്റോടെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് പറയണം, ഉറപ്പായിട്ടും ഒരു റിഗ്രറ്റും തോന്നില്ല. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. ഇതൊരു എന്താ പറയുക, നമ്മുടെ ഒരു മഹാഭാരതത്തിന്റെ ആ ഒരു ബേസ്ഡ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെ ഒരു മിത്തോളജി ആ ഒരു ഇതിലെടുത്തിട്ടുള്ള ഒരു, എനിക്കാണെങ്കിൽ അങ്ങനത്തെ സ്റ്റോറീസ് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഞാൻ പറയണ, പണ്ട് ദൂരദർശനിലാണെങ്കിലും ജയ് ഹനുമാൻ, മഹാഭാരതം, പിന്നെ എന്താ പറയുക കൃഷ്ണന്റെ സീരിയലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ വളരെ ഇൻട്രസ്റ്റോടെ ഇരുന്ന് കാണുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, ഞാൻ കുറച്ച് കഴിഞ്ഞ് സംസാരിക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ വിജൃംഭിച്ച് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നേരം വേണം വാക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് കൊടുക്കാം. അടിപൊളി സിനിമ കേട്ടോ. എനിക്കും അത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇത്രയും. ഞാൻ വിചാരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഓവർ ഹൈപ്ഡ് പടമാണോ ഇത്? സാധാരണ ഇപ്പൊ കുറെ നാളായിട്ട് കുറെ ബഡ്ജറ്റിൽ വലിയ ബഡ്ജറ്റിൽ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആയിട്ട് പടം വന്നിട്ട് പൊട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. വേറൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആയിരിക്കുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആക്ച്വലി ഇരുന്നത്. പക്ഷേ പടം എൻ്റെ അമ്മോ, സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു പടം 600 കോടി എന്ന് പറയുന്നത് ചില്ലറയല്ല, ശരിയാണ്. പക്ഷെ 600 കോടിയുടെ മുതലല്ല. നമ്മൾ പറയില്ല ഓഫറിൽ നമുക്ക് ഡ്രസ്സ് കിട്ടിയെന്ന്, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ഈ 600 കോടി എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങനെ എടുത്തെന്ന് മനസ്സിലാവില്ല. 600 കോടിയൊന്നും പോരാ, സത്യമാണ്. കാരണം നമുക്കറിയാം ഈ ഒരു ഇങ്ങനെ ഒരു പടം എത്ര കോടി രൂപ. ഇതിപ്പം 600 കോടിയിൽ ഒരു 1200 കോടിയുടെ മുതലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സിനിമ. സെക്കൻഡ് ഹാഫ് എൻ്റെ അമ്മോ, ഫസ്റ്റ് ഹാഫ് ഒരു സ്റ്റോറി ലൈനാണ് മൊത്തത്തിൽ കാണിക്കുന്നത്. നമുക്ക് ആ ഒരു അതിൻ്റെ അകത്തോട്ട് ആ ഒരു സ്റ്റോറി നമുക്ക് ബേസിക്കലി മനസ്സിലാക്കാനുള്ള ഒരു ഇതാണ്. സെക്കൻഡ് ഹാഫ് എൻ്റെ പൊന്നോ, ഒരു ഫുള്ളും ബഡ്ജറ്റ്, ഫുള്ളും VFX CG നമുക്ക് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കും. CG എന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യൻ CGയുടെ ഒക്കെ പീക്കാണ് ഇതിപ്പോൾ ഒരു എന്താ പറയുക, ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിനെ കൊട്ടി ഇറക്കിയാലേ നമുക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അത്രയ്ക്ക് ലെവലാക്കി പോയി. ഇതിന്റെ താഴെ ഒരു സിനിമ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ അയ്യേ ഇതൊക്കെ എന്തോന്ന്, അത് കണ്ടുപടി, കൽക്കി കണ്ട നമ്മൾ പറയും, ഉറപ്പാണ്. ഇനി ഇതാണ് എക്സാമ്പിൾ. അത്ര കിടിലൻ പടം. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അമിതാഭ് ബച്ചൻ സാർ, ലെജൻഡ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ലെജൻഡാണ്. അങ്ങനെ ലെജൻഡാണ്. ഈ പ്രായത്തിലുണ്ടല്ലോ അങ്ങനെ ചെയ്ത് വച്ചിരിക്കുന്നത് കണ്ട എൻ്റെ പൊന്നോ, ലെജൻഡ് എന്ന് പറഞ്ഞാൽ ലെജൻഡ്. പിന്നെ കുറെ ക്യാമിയോ വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ ആ ഒരു സർപ്രൈസ് എലമെന്റ് ഇപ്പൊ തന്നെ അറിഞ്ഞായിരിക്കും, എന്നാലും ഞാൻ പറയുന്നില്ല. എന്തായാലും നിങ്ങൾ സർപ്രൈസ് എലമെന്റായിട്ട് ഇരിക്കട്ടെ. പടം സൂപ്പറാണ്. ഇത് കാണാതെ പോകരുത്. എനിക്ക് വാക്കുകളില്ല, വേറെ ഒന്നും ഇല്ല. ഇതിലൊന്നും പറയില്ല. നമ്മളൊക്കെ പറയാൻ ഒന്നും അല്ല. ഇതിലൊന്നും നമ്മളൊന്നും പറയേണ്ട കാര്യമില്ല. അത്ര കിടിലൻ പടം, ഒന്നും നോക്കാനില്ല. നിങ്ങൾ പോയി കാണുക, കുടുംബമായിട്ട് എല്ലാവരും ആരുമായിട്ട് പോയി കണ്ടോളൂ. ഒരു കുഴപ്പമില്ല. ആർക്കും കാണാം, കൊച്ചു കുട്ടികൾക്കോ വലിയ ആൾക്കോ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു കഥയാണ്. മഹാഭാരതം അല്ലെങ്കിൽ രാമായണം എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭയങ്കര ഇതിഹാസ കഥയാണ്. നമുക്കത് എത്ര തവണ കേട്ടാലും മടുക്കാത്ത കഥയാണ്. പക്ഷെ ഇത് അതിൻ്റെ ഒരു എന്ത് പറയാൻ, നിങ്ങൾ കാണും, സിനിമ കാണും. മഹാഭാരതം അല്ല കഥ, മഹാഭാരതമൊന്നും അല്ല. മഹാഭാരതത്തിലെ ഉള്ള ഒരു എന്താ സ്പിൻ ഓഫ് എന്ന് പറയാം. പക്ഷെ വേറെ ലെവൽ പോയി കാണും. എനിക്ക് അത്രേ പറയാവുള്ളൂ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നീ ബാക്കി പറഞ്ഞോ. അപ്പോൾ അതാണ് ഞാൻ പറയേണ്ടത്. എനിക്ക് ഇനി പറയാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ഇച്ചാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, ഒരുപാട് സർപ്രൈസ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാലോ, ഞങ്ങൾ ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ അത്ര എക്സ്പെക്ടേഷനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ തുറന്നു പറയാലോ, ബി ഫ്രാങ്ക്, ഞങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പോയി കണ്ടപ്പോഴാണ് ദൈവം ഇതിനകത്ത് ഇത്രയും സർപ്രൈസ് ഉണ്ടായിരുന്നത്. സർപ്രൈസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഞങ്ങളായിട്ടൊന്നും പറയില്ല, അത് നിങ്ങൾ പോയി കാണണം. നമ്മുടെ ചങ്കുകൾക്ക് അത് പറഞ്ഞ നിങ്ങളുടെ ഒരു
സർപ്രൈസ് ആ ഒരു മൂവ്മെന്റ് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ പോവട്ടോ. ശരിക്കും പറഞ്ഞ ഞങ്ങൾ നാളെ പോവാണ്. ഞങ്ങൾ നാളെ ഒന്നുകൂടെ 3D പോയി കാണും. അങ്ങനെ നമ്മൾ 2D ആണ് കണ്ടത്. അപ്പൊ 3D എങ്ങനെയാണെന്നുള്ളത് ആ ഒരു എക്സ്പീരിയൻസ് കൂടെ കിട്ടാനുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോയി കാണും. എന്താ പറഞ്ഞ ഇത് വലിച്ചു നീട്ടി ഒന്നും പറയാനില്ല ഗൈസ്. പൊളി ബ്രഹ്മാണ്ഡ അടിപൊളി പാടാം. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാം.